ഈ വണ്ടിക്ക് എല്ലാ ദിവസവും പണിയാണല്ലോ. ഈ വണ്ടിയുടെ പണി കഴിഞ്ഞ് പറഞ്ഞ് മെക്കാനിക്ക് വിളിച്ചിട്ടുണ്ടെന്ന് ചെന്ന് നോക്കാം. ഒരു പുതിയ വണ്ടിയൊക്കെ വാങ്ങിക്കണം, പക്ഷേ ജോലിയില്ല, ഒന്നുമില്ലല്ലോ. ഈ വണ്ടിയൊക്കെ വാങ്ങിക്കണം എങ്ങനെയാണോ എന്തോ. പുതിയൊരു വണ്ടി എടുക്കണം എന്തായാലും, വണ്ടിയില്ലാതെ പറ്റില്ല. ആ വണ്ടിയൊക്കെ നോക്കി, അങ്ങനത്തെ ഒരു വണ്ടിയൊക്കെ നമുക്കും വേണം. എന്തായാലും വണ്ടി ശരിയാക്കി വെച്ചിട്ടുണ്ടെന്ന് പറയാം, പോയി നോക്കട്ടെ. പുള്ളി പറഞ്ഞ വണ്ടി പുറകിൽ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു. പുള്ളി എവിടെ പോകുമെന്നും പറഞ്ഞായിരുന്നു. ഇവിടെ പുതിയൊരു വണ്ടിയൊക്കെ കിടപ്പുണ്ട്, ശരിയാക്കാനൊരു വണ്ടി കിടപ്പുണ്ട് അവിടെ. ഇവിടെ ഇതാണ് പുള്ളിയുടെ ഗരാജ്. നമ്മളിവിടെ എപ്പോഴും വണ്ടി ശരിയാക്കാനൊക്കെ കൊടുക്കാറ്. അവിടെ നമ്മുടെ വണ്ടി കിടക്കണം, നമുക്ക് പോയി നോക്കാം. വണ്ടി ശരിയാക്കിയിട്ടുണ്ടെന്നാണ് പുള്ളി പറഞ്ഞത്. എന്തായാലും നോക്കിയേക്കാം. എഞ്ചിനൊക്കെ കണ്ട് നല്ല പുതിയ എഞ്ചിൻ പോലെ ഉണ്ട്. പിന്നെ പുള്ളി നമ്മളെ ആളായെന്ന് വെച്ചാൽ പൈസയൊക്കെ കുറച്ച് തരും, അതിനൊരു സീനൊന്നുമില്ല. പുള്ളിയോട് എത്ര രൂപയാണെന്ന് വിളിച്ച് ചോദിച്ചേക്കാം എന്തായാലും. ചേട്ടാ, ഞാൻ നമ്മുടെ ഗരാജിലുണ്ട്, ഈ വണ്ടി ശരിയാക്കി എത്ര രൂപയാണ്? നമ്മൾ വണ്ടിയുടെ പൈസയൊക്കെ കൊടുത്തിട്ട് ഇറങ്ങിയിട്ടുണ്ട്. എനിക്കൊരു ജോലി വേണം, എനിക്കൊരു പുതിയ വണ്ടിയൊക്കെ വാങ്ങിക്കണം. ഈ വണ്ടിയും കൊണ്ട് ഇങ്ങനെ നടക്കാൻ പോരല്ലോ. ഫൈനലി വീട്ടിലെത്തി. ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ജോലി നോക്കണം. എങ്ങനെ ഇനി ഒരു ജോലി സെറ്റാക്കണം. ഈ വണ്ടി ഇനി ഇങ്ങനെ പണിതുകൊണ്ട് നടക്കാനാണെങ്കിൽ പറ്റത്തില്ല. ഇപ്പോൾ ഉറങ്ങി എണീറ്റപ്പോൾ ഒരു ഐഡിയ കിട്ടി. നമുക്ക് നമ്മുടെ വണ്ടി ഒരു ടാക്സി ആക്കിയാലോ? നമുക്കൊരു ടാക്സി ആക്കാം. ഞാൻ സ്ഥലം വരെ ഒന്ന് പോയി നോക്കട്ടെ. അപ്പോൾ നമ്മൾ നമ്മുടെ വണ്ടി ഒരു ടാക്സി ആക്കിയിട്ടുണ്ട്. ഒരു ടാക്സിയുടെ ഇതൊക്കെ എടുത്ത് നമ്മളിപ്പോൾ ഒരു ഒഫീഷ്യലി നമ്മളൊരു ടാക്സിയാണിപ്പോൾ. നമുക്കിനി ഏതെങ്കിലും കോൾസ് വരുമെന്ന് നോക്കി വെയിറ്റ് ചെയ്തിരിക്കാം. ഫസ്റ്റത്തെ കോൾ വന്നിട്ടുണ്ട്. എന്തായാലും പൈസയായിട്ട് പോയി എടുക്കാം പുള്ളീനെ. നമ്മുടെ ഫസ്റ്റത്തെ പാസ്വേഡ് ചേച്ചിയാണ്. നമുക്ക് എന്തായാലും ചേച്ചിയെ കൊണ്ടുപോയി ചേച്ചി പറയുന്ന സ്ഥലത്ത് കൊണ്ടുപോയി വിടാം. എത്ര രൂപ കിട്ടും നോക്കാം.